ഒരു ദിവസം അക്ഷയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പോട്ടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3 മാസമായ വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ ഗാലറിയിൽ കിടക്കാൻ തുടങ്ങിയിട്ടും അതുപോലെ നമ്മുടെ എഡിറ്റിംഗ് ആപ്പിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളമായി. ഇതുവരെ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, കാരണം ഇത് എടുക്കാൻ നേരത്തെ രാത്രിയും കൂടെ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തൃപ്തിയില്ലാത്തൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ, കഷ്ടപ്പെട്ട് എടുത്തതല്ലേ, അത് മാത്രമല്ല ഗാലറിയിൽ നിന്ന് ഒഴിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അപ്ലോഡാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സവോളയൊക്കെ വഴറ്റി ആടിൻ്റെ പോട്ടിയായിരുന്നു കേട്ടോ. മാത്രമല്ല ക്ലീൻ ചെയ്തായിരുന്നു കൊണ്ടുവന്നിരുന്നത്, ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിരുന്നതായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒത്തിരി പാട് വന്നില്ല കേട്ടോ. ചൂടാക്കി ചൂടുവെള്ളത്തിലിട്ട് 2-3 നേരത്തെ ചൂടുവെള്ളം മാറ്റി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തേ ഉള്ളൂ. പിന്നെ സവോളയൊക്കെ അരിഞ്ഞ് പെറുക്കി വഴറ്റിയെടുത്ത് പൊടികളൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആടിൻ്റെ പോട്ടി അതുകൊണ്ട് കുറച്ച് വേവുണ്ടായിരുന്നു, എന്നാലും ഒരു 3-4 വിസിലിന് പോട്ടി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനെ ആ വെള്ളത്തെപ്പാടെ തന്നെ സവാളയിലേക്ക് ഒഴിച്ച് പിന്നെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. നല്ല ഇതുപോലെ നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് എടുത്തു. ഏകദേശം ഒരു 1/2 hour എടുത്തു കേട്ടോ, നല്ലപോലെ ആ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വരാൻ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.